കഞ്ഞിവെള്ളവും വിനാഗിരിയും മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ നമുക്ക് ദാണ്ട ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള എത്രമാത്രം നമ്മൾ എടുക്കുന്ന അതിനുള്ള കഞ്ഞിവെള്ളം എടുക്കാവേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടുള്ളതെന്ന് വെച്ചാൽ വിനാഗിരിയാണ്. അപ്പോൾ ഇത് നമുക്ക് കറിവേപ്പില അതേപോലെ തന്നെ നമ്മുടെ ചെടികൾ എന്തെങ്കിലുമൊക്കെ ഈ പുഴുവൊക്കെ വന്നിട്ട് കേടായി പോകുമല്ലോ ഇലകൾ ചെടികളൊക്കെ. അപ്പോൾ അതിനകത്ത് ഒഴിക്കാൻ ഏറ്റവും നല്ലൊരു സാധനമാണിത് കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളവും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിവേപ്പിലയും അതേപോലെ തന്നെ മൈലാഞ്ചി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇല പുഴു വന്ന് പോവുകയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് ഇതേപോലത്തെ ഒരു സാധാ കുപ്പി എടുത്താൽ മതി. അപ്പോൾ അതിൽ ഇതേപോലെ ഒരു ഹോൾഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറിവേപ്പിലയൊക്കെ നല്ല രീതിയിൽ തളർത്ത് വരും കേട്ടോ. അപ്പം പ്രത്യേകിച്ച് കഞ്ഞിവെള്ളം ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരമാണ്. നമ്മൾ സാധാരണ ചോറ് വടിച്ചിട്ട് കഞ്ഞിവെള്ളം കളയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ കുപ്പിയിലോട്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തോന്നേ കറിവേപ്പില പിടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ അത് പുഴുവൊക്കെ വന്നിട്ട് ഇലയൊക്കെ കണ്ടൊക്കെ ഇടാവുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ആ ഇല ഒരു പ്രശ്നം ഉണ്ടാവില്ല, നല്ല രീതിയിൽ അത് കിളിച്ച് വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ മൈലാഞ്ചി എന്ത് സാധനമാണെങ്കിലും നമുക്ക് ഇതേപോലെ ഈ ഒരു സ്പ്രേ നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനായിട്ട് ഇതേപോലെ നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം എടുക്കാം. അപ്പം നമ്മുടെ കൈയൊക്കെ കരിവാഴ്ചയൊക്കെ മാറുന്നതിന് അതേപോലെ തന്നെ ഈ ഒരു വെള്ളം വെച്ചിട്ട് നമുക്ക് മുഖം കഴുകാം. പ്രത്യേകിച്ച് തലേദിവസത്തെ കഞ്ഞിവെള്ളം കളയാതെ ഇതേപോലെ വെക്കുകയാണെങ്കിൽ ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൈ എപ്പോഴും നമ്മൾ കിച്ചണിലൊക്കെ ജോലി ചെയ്ത് കൈയൊക്കെ കരിവാഴ്ച കണക്കൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് മുക്കി വെക്കുക. ഇതിപ്പോൾ വലിയ പാത്രമാണെങ്കിൽ നമുക്ക് തോനെ കഞ്ഞിവെള്ളം എടുത്തിട്ട് കൈയൊന്ന് മുക്കി വെക്കുകയാണെങ്കിൽ ആ കൈയിൻ്റെ കരിവാഴ്ചയൊക്കെ മാറിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ റിസൾട്ട് കിട്ടും കേട്ടോ. കൈയുടെ ആ ഒരു കളർ നമുക്ക് കൈയുടെ ചുളുവൊക്കെ മാറിയിട്ട് നല്ല ഒരു മിനുസവും തിളക്കമൊക്കെ കൈക്ക് കിട്ടും. അതേപോലെ തന്നെ മുഖം കഴുകിയാലും ഇതേപോലെ തന്നെ നല്ലതാണ്. അതേപോലെ തലമുടിക്കും നല്ലതാണ് കഞ്ഞിവെള്ളം. അപ്പോൾ ഇതേപോലെ കണ്ടോ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ സിങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഇതേപോലെ സിങ്കിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ആ വേസ്റ്റുകളൊക്കെ ആ ഹോളിലത്ത് അടങ്ങിയിരിക്കുന്നില്ലേ, അതെല്ലാം ഈ ഒരു കഞ്ഞിവെള്ളം അതെല്ലാം നശിപ്പിച്ച് നമുക്ക് അത് അങ്ങ് കളയും കേട്ടോ. അപ്പോൾ ഇതേപോലെ സിങ്കിൽ രാത്രി ഒഴിച്ചു കൊടുക്കുക.